ജീവൻ ജോസിൻ്റെയും സംഘത്തിൻ്റെയും കേസന്വേഷണ യാത്രയുടെ 9-ാം ഭാഗത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇനി അവർ എങ്ങനെയായിരിക്കും മുന്നോട്ട് പോവുക? കേസ് അന്വേഷണത്തിൻ്റെ ഉദ്വേഗജനകമായ നിമിഷങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. കൊലയാളി ഈ സമയങ്ങളിൽ വെറുതെയിരിക്കുമോ? എല്ലാ ഭാഗവും മുഴുവനായി വായിക്കുമെന്ന പ്രതീക്ഷയോടെ സമർപ്പിക്കുന്നു. എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു. നമുക്ക് കഥയിലേക്ക് പോകാം. കൂടെ വരണേ. കണാരനെ വിളിക്കാൻ പോയ ആളും കണാരനും മടങ്ങിയെത്തിയിട്ടുമില്ല. അധികം അകലമില്ലല്ലോ അയാളുടെ വീട്ടിലേക്ക്. ഉടൻ വരുമായിരിക്കും. അവർ രണ്ടുപേരെയും പ്രതീക്ഷിച്ചാണ് ജീവൻ്റെ ഇപ്പോഴത്തെ കാത്തുനിൽപ്പ്. അവനോട് ചോദിക്കേണ്ട ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്നും എങ്ങനെയാണെന്നും ഒക്കെ മനസ്സിൽ ക്രമമായി അടുക്കി വയ്ക്കുകയായിരുന്നു അയാൾ. കണാരന് ചെറിയാച്ചൻ വരുന്ന ദിവസവും ചിലപ്പോൾ കൊലയാളിയെയും അറിയാമായിരിക്കും. കണാരന് വേണ്ടി ജീവന് അധികനേരമൊന്നും കാത്തു നിൽക്കേണ്ടി വന്നില്ല. വിളിക്കാൻ പോയ ആളും കണാരനും കൂടി തോട്ടത്തിലൂടെ പരമാവധി വേഗതയിൽ തന്നെ നടന്നു വരുന്നത് കണ്ടു. നിമിഷങ്ങൾക്കകം അവർ ജീവൻ്റെ മുൻപിൽ എത്തി. കണാരനെ ജീവൻ ജോസ് അടിമുടി ഒന്ന് നോക്കി. മെലിഞ്ഞുണങ്ങി വള്ളി പോലെ ഒരു മനുഷ്യൻ. 50-ന് മുകളിൽ പ്രായം തോന്നും. ഇരുനിറമാണ്. മുടിയും താടിയുമൊക്കെ നര കയറിയിരിക്കുന്നു. നന്നായി അധ്വാനിക്കുന്നയാളാണെന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാം. കണാരനായിരുന്നോ ചെറിയാച്ചൻ മുതലാളി വരുമ്പോൾ അയാൾക്ക് ഭക്ഷണവും മറ്റു സൗകര്യങ്ങളുമൊക്കെ എത്തിച്ചു കൊടുത്തുകൊണ്ടിരുന്നത്? അതെ, ഒറ്റ വാക്കിൽ മറുപടി ലഭിച്ചു. ഇന്നിവിടെ മുതലാളി വരുമെന്ന വിവരം കണാരനോട് പറഞ്ഞിരുന്നല്ലോ. അതിൻ്റെ ഉദ്ദേശം എന്താണെന്നെങ്ങാനും പറഞ്ഞിട്ടുണ്ടായിരുന്നോ? കണാരൻ ഈ വിവരം ആരോടെങ്കിലും പറഞ്ഞിരുന്നോ? കഴിഞ്ഞ മാസം വന്നിട്ട് പോയപ്പോൾ മുതലാളി എന്നോട് പറഞ്ഞിരുന്നു ഈ ദിവസം വരുമെന്ന്. അതായത് 1 മാസം കഴിയുമ്പോൾ വരുമെന്ന്. മുതലാളി പറഞ്ഞാൽ പറഞ്ഞതാണ്. ഞാനത് ചീരുവിനോടല്ലാതെ മറ്റാരോടും പറഞ്ഞിട്ടില്ല. ആരാണ് ചീരു? എന്താണ് അവരോട് മാത്രം പറയാൻ കാരണം? അതൊരു രഹസ്യമാണ്. എന്നാലും സാറിനോട് പറയാതിരിക്കാൻ കഴിയില്ലല്ലോ. ചീരു എന്ന് ഞങ്ങൾ വിളിക്കുന്ന ആളിൻ്റെ മുഴുവൻ പേര് ശ്രീദേവി എന്നാണ്. അവരുടെ ഭർത്താവ് അവരെ ഉപേക്ഷിച്ചു പോയതാണ്. ഈ തോട്ടം വാങ്ങുന്നതിന് മുൻപ് മുതൽ തന്നെ ചെറിയാച്ചൻ മുതലാളി ചീരുവിൻ്റെ അടുത്ത് വല്ലപ്പോഴുമൊക്കെ വരാറുണ്ടായിരുന്നു. എന്തിനാണെന്ന് ഞാൻ പ്രത്യേകം പറയേണ്ടല്ലോ. അപ്പോൾ ചീരുവുമായുള്ള ഇടപാട് തടസ്സമില്ലാതെ നടക്കാൻ ഉദ്ദേശിച്ച് തന്നെ ആയിരിക്കണം ചെറിയാച്ചൻ ഈ സ്ഥലം തന്നെ അങ്ങോട്ട് വാങ്ങിയത്. ഇതങ്ങ് വാങ്ങിയച്ചാൽ പിന്നെ ഇങ്ങോട്ട് വരുന്നതിന് ആരും കാരണം ചോദിക്കില്ലല്ലോ. ചീരുവുമായുള്ള ഇടപാട് തടസ്സമില്ലാതെ അങ്ങ് നടന്നു പോവുകയും ചെയ്യും. അന്യായ ബുദ്ധി തന്നെ. ചെറിയാച്ചൻ്റെ കൊലപാതകത്തിൽ ചീരുവിന് എന്തെങ്കിലും മനസ്സറിവുണ്ടായിരിക്കണം. അവരെയും ചോദ്യം ചെയ്യേണ്ടി വരും. ഇനി അവർ തന്നെ ആയിരിക്കുമോ തന്ത്രപരമായി ചെറിയാച്ചനെ അങ്ങ് തീർത്തു കളഞ്ഞത്? അതും പറയാനൊക്കില്ല. ഈ തോട്ടം ചെറിയാച്ചൻ്റെ പേരിലുള്ള വിവരം അയാളുടെ വീട്ടുകാർക്ക് പോലും അറിയാൻ സാധ്യതയില്ല. ഇനി കൂടുതലൊന്നും ചോദിച്ചിട്ട് കാര്യമില്ല എന്ന് കണ്ടതുകൊണ്ട് അയാൾ കണാരനെ തൽക്കാലത്തേക്ക് വിട്ടു. എന്നിട്ട് അയാളോടൊപ്പം തന്നെയാണ് ചീരുവിനെ കാണാൻ പോയത്. അവരുടെ വീട് കുറേ അകലെയാണെന്നാണ് കണാരൻ പറഞ്ഞത്. അതുകൊണ്ട് ഒരാൾ പോയി അവരോട് വിവരം പറഞ്ഞിട്ട് അവർ വരുന്നതുവരെ നോക്കി നിന്നാൽ ശരിയാവില്ല. അതിന് കുറേ സമയം വേണം. അവർ വരാതിരിക്കാനും മതി. എന്തെങ്കിലും കള്ളത്തരം അവരുടെ ഭാഗത്തുണ്ടെങ്കിൽ അവർ മുങ്ങാനും മതി. സമയമില്ലാത്തതുകൊണ്ടുകൂടിയാണ് കണാരനെയും കൂട്ടി അങ്ങോട്ട് പോയേക്കാം എന്ന് വിചാരിച്ചത്. വീടിന് പുറത്ത് ആൾക്കാരുടെ ശബ്ദം കേട്ടതുകൊണ്ടായിരിക്കാം ഒരു സ്ത്രീ പുറത്തേക്ക് ഇറങ്ങി വന്നത്. ആരെങ്കിലും പറ്റുപിടിക്കാർ വന്നതാണെന്ന് കരുതി കാണുമോ? അല്ലാതെ ഇവരെ കാണാൻ ആര് വരാനാണ്?
ജീവൻ ജോസ് അവരെ സമൂലം ഒന്ന് നോക്കി, മനസ്സിൽ എന്നിട്ട് വിചാരിക്കുകയും ചെയ്തു. ഇതുപോലത്തെ ഒരെണ്ണത്തിനെ തേടി ചെറിയാച്ചൻ വന്നില്ലെങ്കിലേ അതിശയമുള്ളൂ. എന്തൊരു ഫിഗർ! ഗ്രാമീണ സൗന്ദര്യം വഴിഞ്ഞൊഴുകുന്ന ഒരു സ്ത്രീരത്നം തന്നെ. പ്രായമൊന്നും അവരെ ബാധിച്ചിട്ടേയില്ല. ഇപ്പോഴും 30 വയസ്സിൻ്റെ പരിധിയിലാണെന്നേ തോന്നുകയുള്ളൂ. 40-ലധികം പ്രായമുണ്ടെന്ന് തന്നെ കണാരൻ പറഞ്ഞ് അറിഞ്ഞതാണ്. അല്ലാതെ നേരിട്ട് കണ്ടാൽ ഒരാൾ പോലും അവർക്ക് അത്രയും പ്രായമുണ്ടെന്ന് പറയില്ല. ഒറ്റമുണ്ടും മുറി ബ്ലൗസുമാണ് വേഷം. പേരിന് മാത്രം ഒരു തോർത്തിട്ടിരിക്കുന്നത് അവരുടെ സമൃദ്ധമായ മാറു മറയ്ക്കാൻ അപര്യാപ്തമാണ്. അത് മറയണമെന്നവർ ആഗ്രഹിക്കുന്നുമുണ്ടാവില്ല. ആരെയും ആകർഷിക്കുന്ന വശ്യമായ ചിരിയും സുന്ദരമായ സംസാരവും കൂടിയാകുമ്പോൾ ആരും അവർക്ക് മുൻപിൽ സുല്ലിടും. സ്വതവേ കോഴി സ്വഭാവക്കാരനായ ചെറിയാച്ചൻ പിന്നെ വീഴാതിരിക്കുന്നതെങ്ങനെ? എന്താ സാറേ ഈ വഴിക്കൊക്കെ, അതും ഈ പകലുള്ള നേരത്ത്? കണാരനും കൂടെയുണ്ടല്ലോ. നീ ഈ വഴിക്ക് ഈ നേരത്തൊന്നും വരാറില്ലാത്തതാണല്ലോ. എന്നു പറഞ്ഞാൽ മറ്റേതെങ്കിലുമൊക്കെ നേരത്ത് അയാൾ അവിടെ ചെല്ലാറുണ്ടെന്നല്ലേ? അപ്പോൾ കണാരനും മിക്കവാറും അവളുടെ പറ്റുപിടിക്കാരനായിരിക്കണം. ചെറിയാച്ചൻ മുതലാളിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് 1-2 സംശയങ്ങൾ തീർക്കാൻ വേണ്ടി വന്നതാണ്. ചോദിക്കുന്ന ചോദ്യത്തിന് കൃത്യമായി മറുപടി തന്നാൽ 2 കൂട്ടർക്കും നല്ലത്. സത്യമായി അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു തരുന്നതിൽ നിങ്ങൾക്ക് വിരോധമില്ലല്ലോ. ഇനി വിരോധമുണ്ടെങ്കിൽ തന്നെ സത്യം പറയിപ്പിക്കാനും ഞങ്ങൾക്കറിയാം. ചീരുവിൻ്റെ അടുത്ത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല സാറേ. എനിക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ പറഞ്ഞു തരും. അറിയത്തില്ലാത്ത കാര്യങ്ങൾ ചോദിച്ചാൽ പിന്നെ എങ്ങനെ പറയാനാ? അതും എന്നെപ്പോലെ ഒരു പാവപ്പെട്ട സ്ത്രീക്ക്. അത്ര പാവപ്പെട്ട സ്ത്രീയാണെന്നൊന്നും കണ്ടിട്ട് തോന്നുന്നില്ല. സാമ്പത്തികമായി പാവപ്പെട്ട വീട്ടിലെ ആണെങ്കിലും സ്വഭാവപ്രകാരം ഒരു തരത്തിലും പാവപ്പെട്ടത് എന്ന് പറയാൻ കഴിയില്ല. ചെറിയാച്ചൻ മുതലാളി ഇന്നലെ ഇവിടെ വരും എന്നുള്ള വിവരം നിങ്ങൾക്ക് അറിയാമായിരുന്നല്ലോ അല്ലേ? കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് പോയപ്പോൾ എന്നോട് പറഞ്ഞതാണ്. കൃത്യമായും ഇന്നലെ എന്നല്ല പറഞ്ഞത്, 1 മാസം കഴിയുമ്പോൾ വരാമെന്ന്. ആ കണക്കിന് ഇന്നലെയാണ് വരേണ്ടത്. കൃത്യമായി തന്നെ ആ ദിവസം വരികയും ചെയ്തു. അപ്പോൾ താൻ വിചാരിച്ചതുപോലെ തന്നെ ചെറിയാച്ചൻ ഇവരുടെ അവയവഭംഗി കണ്ട് ഇവരുടെ മുൻപിൽ സാഷ്ടാംഗം വീണുപോയതാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കുമല്ലോ വരുന്ന വിവരം പോലും കൃത്യമായി ഇവളെ പറഞ്ഞ് ഏൽപ്പിച്ചത്. അതിന് ചിലപ്പോൾ മറ്റൊരു കാരണം കൂടി ഉണ്ടായേക്കാം. ഇത്രയും വിലപിടിപ്പുള്ള മുതലല്ലേ, പലരും ആവശ്യക്കാർ കാണും. എല്ലാവരും ചിലപ്പോൾ വമ്പന്മാരും ആയിരിക്കും. അപ്പോൾ പിന്നെ ചെറിയാച്ചൻ അകലെ നിന്നും വരുന്ന ദിവസം നഷ്ടപ്പെടാൻ പാടില്ലല്ലോ. അതിനു വേണ്ടിയുള്ള മുൻകൂർ ബുക്കിങ്ങും ആകാം. ഒരു ദിവസം വരുമെന്ന് പറഞ്ഞാൽ കൃത്യമായി തന്നെ ചെറിയാച്ചൻ വരാറുണ്ടായിരുന്നോ? അതോ ഇപ്രാവശ്യം അങ്ങനെ സംഭവിച്ചതാണോ? മുതലാളി എൻ്റെ അടുത്ത് വരാൻ തുടങ്ങിയിട്ട് 1 കൊല്ലം ആകാറായി. അതിനിടയിൽ 10-12 തവണ വന്നിട്ടുണ്ട്. വന്നപ്പോഴൊക്കെ തലേ മാസം പറഞ്ഞിട്ട് പോകുന്ന അതേ ദിവസം തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ മുൻ അനുഭവം വെച്ച് നോക്കുമ്പോൾ ചെറിയാച്ചൻ ഇന്നലെ തന്നെ ഇവിടെ വരും എന്ന കാര്യം ചീരുവിന് ഉറപ്പായിരുന്നു. അങ്ങനെയാണെങ്കിൽ അയാളുടെ അവസാനം ഒന്നുകിൽ ഇവളുടെ കൈകൊണ്ട് തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ ഇവളുടെ അറിവോടുകൂടി മറ്റാരെങ്കിലും അയാളെ തീർത്തു കളഞ്ഞതും ആകാം. ചീരുവിന് ഈ കൊലപാതക കാര്യത്തിൽ മനസ്സറിവുണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതവർ മനസ്സാലെ തുറന്ന് പറയുമോ അതോ താൻ പറയിക്കേണ്ടി വരുമോ? ചെറിയാച്ചൻ ഇന്നലെ ഇവിടെ വരും എന്ന വിവരം നിങ്ങൾക്കറിയാമായിരുന്നു എന്ന് നിങ്ങൾ സമ്മതിച്ചല്ലോ. അക്കാര്യം നിങ്ങൾ വേറെ ആരോടാണ് പറഞ്ഞത്? ഇതെന്തൊരു ചോദ്യം! ഇങ്ങനെയുള്ള കാര്യത്തിന് ഒരാൾ വരും എന്ന് പറഞ്ഞാൽ അത് വേറെ ആരോടെങ്കിലും പറഞ്ഞു നടക്കാൻ കൊള്ളുമോ?
നമുക്ക് പിന്നെ പേരുദോഷം വന്നു കഴിഞ്ഞതാണ്. ഇനി അതിനു മേൽ കൂടുതൽ ദോഷമൊന്നും വരാനില്ല താനും. എന്നാലും വരുന്ന പലരും മാന്യന്മാരാണ്. അവരുടെ കാര്യം കൂടി നമുക്ക് നോക്കാതിരിക്കാൻ പറ്റുമോ? എൻ്റെ സാറേ, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ആരും ആരോടും പറയുന്നത് ശരിയല്ല. ഒരു ദിവസം ഒരാൾ വരുമെങ്കിൽ അന്ന് വേറെ ആരെങ്കിലും ബുക്കിങ്ങിന് ചോദിച്ചാൽ മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കും. അല്ലാതെ വരുന്നതാരെന്ന് ആരോടെങ്കിലും പറയാൻ കൊള്ളുന്ന കാര്യമാണോ? മാന്യന്മാരല്ലയോ വരുന്നത്. അപ്പോൾ അതാരും അറിയാൻ പാടില്ലല്ലോ. ഞാനെങ്ങും ഒരാളോടും പറഞ്ഞിട്ടില്ല, ഇനി പറയാൻ ഉദ്ദേശിക്കുന്നുമില്ല. ശീരുവിൽ നിന്നും മറ്റൊരാൾ വിവരമറിഞ്ഞിട്ടുണ്ടാകും എന്നും അയാളായിരിക്കും ഇതിൻ്റെ പിന്നിൽ എന്നുമാണ് ഇത്ര നേരവും ചിന്തിച്ചിരുന്നത്. ഇവരുടെ സംസാരം ഒന്നും ഒളിപ്പിച്ചു വെച്ചുകൊണ്ടുള്ളതല്ല. ഒരു തുറന്ന സംസാരം മാത്രമല്ല, എല്ലാ കാര്യവും അങ്ങനെ തന്നെയാണല്ലോ. അങ്ങനെ വരുമ്പോൾ ഇവർക്കതിൽ മനസ്സറിവില്ല എന്ന് ചിന്തിക്കേണ്ടി വരും. എന്നാൽ പോലും ഇവരെയും സംശയത്തിൻ്റെ പരിധിയിൽ നിന്ന് അങ്ങനെ അങ്ങോട്ട് മാറ്റി നിർത്താൻ കഴിയില്ല. നിങ്ങൾ പറയില്ലായിരിക്കാം, അത് ഞാൻ അങ്ങ് പൂർണ്ണമായി വിശ്വസിച്ചിട്ടില്ല. എന്നാലും ചെറിയാച്ചൻ ഇന്നലെ ഇവിടെ വരുന്ന വിവരം അറിയാവുന്ന മറ്റാരെങ്കിലും ഉണ്ടോ? മുതലാളി ഒരു വണ്ടിയിലല്ലേ വരുന്നത്. സ്വന്തം വണ്ടിയാണേലും അത് ഓടിച്ചു കൊണ്ടുവരുന്നത് ഡ്രൈവറല്ലേ. എല്ലാ പ്രാവശ്യവും മുതലാളിയെയും കൊണ്ടുവരുന്നത് ഒരാൾ തന്നെയാണല്ലോ. അയാൾക്ക് പിന്നെ അറിയാതിരിക്കുമോ? അയാൾക്കും ഈ ദിവസം കൃത്യമായി അറിയാമായിരിക്കുമോ? ആ വിവരം പക്ഷേ ഈ ഓഫീസർക്ക് അറിയില്ലല്ലോ. അങ്ങനെയും ആകാമല്ലോ. മുതലാളിയെയും കൊണ്ടുവരുന്ന ഡ്രൈവർക്ക് വിവരമറിയാതിരിക്കില്ലല്ലോ. ഞാൻ ആലോചിച്ചു നോക്കിയിട്ട് മുതലാളി ഇന്നലെ വരുമെന്നറിയാവുന്ന ഒരാൾ അയാൾ മാത്രമായിരിക്കും. ഇനിയും ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ വിവരങ്ങൾ നിങ്ങളിൽ നിന്നറിയേണ്ടതായിട്ടുണ്ടാകും. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നിങ്ങൾ ചിലപ്പോൾ സ്റ്റേഷനിൽ വരെ വരേണ്ടി വരും. വേണ്ടപ്പോൾ ഞാൻ വിളിപ്പിക്കും. അവരതിന് മറുപടി ഒന്നും പറഞ്ഞില്ല. അവർ പറയുന്നുണ്ടോ എന്ന് കേൾക്കാൻ ജീവൻ ജോസ് നിന്നതുമില്ല. അത്രയും പറഞ്ഞ് അവർ രണ്ടുപേരും അവിടെ നിന്നും അപ്പോൾ തന്നെ ഇറങ്ങി. അവർ തിരിച്ച് കൊലപാതകം നടന്ന വീടിൻ്റെ അവിടെ എത്തി. അവരെ കാത്ത് അപ്പോൾ മഹേന്ദ്രനും രഞ്ജിത്തും നിൽപ്പുണ്ടായിരുന്നു. എന്തോ കണ്ടുപിടിച്ച ഭാവമായിരുന്നു അവരുടെ മുഖത്ത് കാണാനുണ്ടായിരുന്നത്. ഒരു തരം വിജയീഭാവം. എന്തായിരിക്കും അവർ രണ്ടുപേരും കണ്ടുപിടിച്ചത്? അത് നമുക്ക് അടുത്ത ഭാഗത്തിൽ അറിയാം കേട്ടോ. കഥ വായിക്കുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങളും കാണുന്ന കുറവുകളും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കണേ. കുറിക്കുന്നത് കുറച്ചായാലും മതി. കൂട്ടുകാർക്കും വീട്ടുകാർക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനുള്ള നല്ല മനസ്സ് നിങ്ങൾക്കുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒന്ന് ലൈക്ക് ചെയ്ത് വിട്ടാൽ തന്നെ വലിയ ഉപകാരമാണ്. നാളെ അടുത്ത ഭാഗവുമായി കൃത്യസമയത്ത് വരുന്നത് വരെ എല്ലാവർക്കും നന്മ നേരുന്നു. നല്ല ദിവസം ഒരിക്കൽ കൂടി ആശംസിക്കുന്നു. ഓക്കേ.